സംഘപരിവാരത്തിന്റെ വിശ്വസ്തരായ സേവകന്മാരായിട്ടാണ് കുറച്ചായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അനുഭവം ഇവിടെ സഖാവ് രാജീവ് സൂചിപ്പിക്കുകയുണ്ടായി. ആദ്യം അറസ്റ്റ് ചെയ്ത് തുറങ്കിലടിച്ചത് മനീഷ് സിസോദിയയായിരുന്നു. മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ ചോദിച്ചത് അരവിന്ദ് കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. ഡൽഹിയിൽ പരാതിക്കാരുടെ റോളായിരുന്നു കോൺഗ്രസിന്. മനീഷ് സിസോദിയയ്ക്ക് പുറകെ അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തു തുറങ്കിലടച്ചു. ഒടുവിൽ ആ കേസ് എന്തായി എന്ന് നമ്മൾ കണ്ടു. സംഘപരിവാരം, BJP, കേന്ദ്ര ഭരണകൂടം ED ഉപയോഗിച്ച് തങ്ങൾക്കെതിരെ ഉയരുന്ന ദൃഢമായ രാഷ്ട്രീയ ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിച്ചപ്പോൾ മനീഷ് സിസോദിയയും അരവിന്ദ് കെജ്രിവാളും തുറങ്കിലടക്കപ്പെട്ടു. അന്ന് പരാതിക്കാരുടെ വേഷമണിഞ്ഞ് സംഘപരിവാരത്തിന്റെ വിനീത വിധേയരായ ഭൃത്യരായി അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിലും സംഘപരിവാരത്തിന്റെ EDയുടെ കൂട്ടിക്കൊടുപ്പുകാരായി മാറിയിരിക്കുകയാണ്. ആ EDയുടെ അപഹാസ്യമായ രാഷ്ട്രീയ നാടകമാണ് ഇവിടെ ഇന്ന് പറഞ്ഞതുപോലെ റെയ്ഡിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ ഏത് അന്വേഷണത്തെയും നേരിടാനുള്ള ചങ്കൂറ്റം CPIM-നുണ്ട്, പിണറായിക്കുണ്ട്. അതിനെയെല്ലാം നിയമപരമായി നേരിടും. എന്നാൽ ഒരു പുകമറ സൃഷ്ടിച്ച് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ, തെറ്റായ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഈ റെയ്ഡിനെ ഉപയോഗപ്പെടുത്തി മുൻപോട്ട് വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടും. രാഷ്ട്രീയമായി നേരിടുകയെന്നാൽ ഓരോ തെരുവിലും EDയുടെ രാഷ്ട്രീയം, കോൺഗ്രസിന്റെ പിന്തുണ, സംഘപരിവാരത്തിന്റെ അധമ രാഷ്ട്രീയം തുറന്നു കാണിക്കും. ജനങ്ങൾക്കിടയിൽ കാര്യങ്ങൾ വിശദീകരിക്കും. ജനങ്ങളുടെ പിന്തുണയോടെ ഈ വേട്ടയാടലുകളെ എല്ലാം നേരിടും. അതിന്റെ തുടക്കമാണെന്ന് ആ തുടക്കത്തിൽ ഈ എറണാകുളത്ത് അണിനിരന്നിട്ടുള്ള എല്ലാ സഖാക്കളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. വരും നാളുകളിൽ തുടർ സമരങ്ങളിൽ വർദ്ധിത വീര്യരായി നമുക്ക് മുൻപോട്ട് പോകാം. ഈ രാഷ്ട്രീയ ഗൂഢാലോചനകളെ ജനങ്ങളെ അണിനിരത്തി പരാജയപ്പെടുത്താം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. ശേഷം എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും വലിയ പ്രതിഷേധ പരിപാടികൾ നടക്കാൻ വേണ്ടി പോകുന്നു. വൈകുന്നേരം 6 മണിക്ക് ശേഷം ജില്ലയിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും പന്തംകുളത്തി പ്രകടനം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടക്കുകയാണ്. ഇത് നമ്മുടെ ജില്ലയിലും കേരളത്തിലെമ്പാടും ഇത്തരത്തിലുള്ള സമരരൂപം ഇന്നത്തെ ദിവസം തന്നെ നടക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ആവേശത്തോടെയുള്ള സമരമുഖങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ കടന്നു പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമരം അവസാനിച്ചതായി അറിയിക്കുന്നു. ശ്രീമതി വീണ വിജയ ഏതെങ്കിലും അന്വേഷണത്തോട് സഹകരിക്കാതിരുന്നിട്ടില്ല, ഏതെങ്കിലും വിഷയത്തിൽ മറുപടി കൊടുക്കാതിരുന്നിട്ടില്ല. കോടതികളെല്ലാം തള്ളുകയും അന്വേഷണ ഏജൻസികൾക്ക് തന്നെ ബോധ്യപ്പെടാതെ വരികയും ചെയ്തപ്പോൾ ഇട്ടിട്ട് പോയൊരു കേസാണ് കേരളത്തിലെ ഗവൺമെന്റ് മാറി വന്ന പക്കം നോക്കി ഇവിടെ കോൺഗ്രസിന്റെ ഒരു ഒത്താശയോടുകൂടി കേന്ദ്ര ഭരണാധികാരികൾ തങ്ങളുടെ മർദ്ദനോപകരണങ്ങൾ ഉപയോഗിച്ച് എതിരാളികളെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന നീക്കങ്ങൾ സമാരംഭിച്ചിരിക്കുന്നു. അവരോട് ഞങ്ങൾ വിനയപൂർവ്വം പറയട്ടെ, കേരളത്തിൽ പിണറായി വിജയനെതിരായിട്ടുള്ള ആക്രമണം, മുഹമ്മദ് റിയാസിനെതിരായിട്ടുള്ള നിങ്ങളുടെ നീക്കങ്ങൾ പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കങ്ങളായി തന്നെ ഞങ്ങൾ കാണുന്നു. ഇവരെ ആരെയെങ്കിലും ഭയപ്പെടുത്തി BJP-യിലേക്ക് കൊണ്ടുപോകാമെന്ന് നിങ്ങൾ ധരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിദ്യയുള്ള ലോകത്താണ് താമസിക്കുന്നത് എന്ന് പറയാനും. അവരെ മാത്രമല്ല, ഈ പേടിപ്പിക്കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നോ CPI-യിൽ നിന്നോ ഒരു പ്രവർത്തകനെ പോലും നിങ്ങൾക്ക് CPI-യിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയും. ഇത് കോൺഗ്രസ് അല്ല, ഇത് CPI-എം ആണ് എന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾ പറയട്ടെ. ഈ വിരട്ടിലൂടെ വിരട്ടുകൾ കണ്ട് അപ്പുറത്തേക്ക് ഓടിപ്പോകുന്നവരല്ല. അതേസമയത്ത് കോൺഗ്രസുകാരെയാണെങ്കിൽ പല സ്ഥലത്ത് വിരട്ടിയാൽ അവരോട് BJP-യിൽ ചേക്കേറുമെന്നുള്ളത് കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടു, മറ്റു പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു. അത്തരം ഒരു രൂപമാണ് ഇവിടെ ആവർത്തിക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ വിരട്ടലും പേടിപ്പിക്കലും ഓലപ്പാമ്പ് പേടിക്കലുമൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചിരുന്നാൽ മതി. കേരളത്തിൽ അത് ചെലവാകില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കോട്ടയത്ത് മുൻ മന്ത്രി VN വാസവൻ സംസാരിക്കുകയായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ന് രാവിലെ വന്ന പ്രധാന പ്രതികരണങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. അതിൽ ആദ്യത്തേത് മാത്യു കുഴൽനാടൻ്റെ ആയിരുന്നു. അത് ഹൈക്കോടതി ഉത്തരവിന്റെ പിന്നാലെയുണ്ടായ ED നടപടിയിൽ CPIM വെപ്രാളപ്പെടുന്നത് എന്തിനെന്ന് മാത്യു കുഴൽനാടൻ MLA ചോദിക്കുന്നു. അന്വേഷണം മുന്നോട്ട് പോയാൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരും
കേസ് CPIM-ന്റെ തായ്വേർ അറുക്കും. PV പിണറായി വിജയൻ തന്നെയെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഹൈക്കോടതിയുടെ ഇൻട്രീം സ്റ്റേ ആഘോഷിച്ച CPM അതിൻ്റെ ഫൈനൽ വെർഡിക്റ്റ് വന്ന് ED അന്വേഷണം നടക്കട്ടെ എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇത്ര വേവലാതിപ്പെടുന്നത്? സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ കേരള പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുള്ളതാണ്. നാളുകളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ പോരാട്ടം തുടരും, പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും. എന്നെങ്കിലും സത്യം പുറത്തു വരും. ഒരുപക്ഷെ അത് പിണറായി വിജയൻ അധികാരത്തിലിരുന്ന സമയത്ത് പുറത്തു വന്നില്ലെങ്കിൽ കൂടിയും സ്വാഭാവികമായിട്ടും സത്യത്തെ എക്കാലത്തേക്കും അങ്ങനെ മൂടി വയ്ക്കാൻ കഴിയില്ല. പിണറായി വിജയന്റെ വീടുകളിലെ റെയ്ഡിനെ പറ്റി സംസ്ഥാന പോലീസിന് അറിവുണ്ടായിരുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. റെയ്ഡ് സ്വാഭാവിക നടപടിയാണ്. പ്രധാനമന്ത്രി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് റെയ്ഡ് എന്ന് ആരോപിക്കുന്നത് രാഷ്ട്രീയമെന്നും ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ അറിയില്ല. നമ്മളെ ആരും അറിയിച്ചിട്ടുമില്ല. പോലീസ് സഹായം തേടിയിട്ടുമില്ല. അപ്പം നമുക്കതിനെപ്പറ്റിയുള്ള ഒരു വിവരങ്ങളും അറിയാത്ത കാര്യമാണ്. അപ്പോൾ അത് ED-യുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ചോദിക്കണം. കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഇത് സംബന്ധിച്ച് ഒരു വിവരങ്ങളും കൈമാറിയിട്ട് ഞങ്ങൾക്ക് അറിയത്തുമില്ല എന്താ സംഭവം എന്നുള്ളത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കൂടിയായിരുന്നു അത് ഈ റെയ്ഡിനെ സംബന്ധിച്ച് ഇവിടെയുള്ള പോലീസ് വൃത്തങ്ങളിൽ ഒരു അറിവും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ കെ രാധാകൃഷ്ണൻ സംസാരിക്കുന്നു. ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല പിണറായിക്കെതിരായിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ. നിരവധി വർഷമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഈ റെയ്ഡ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ കേന്ദ്ര ഏജൻസികളായിരുന്നു എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിയിരുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ്. എന്നാൽ ഇപ്പോൾ UDF ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നതോടുകൂടി സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും സംയുക്തമായിട്ടുള്ള വലിയ രീതിയിലുള്ള ആക്രമണമാണ് CPM-നെതിരായിട്ട് കൊണ്ട് അഴിച്ചുവിടാൻ തീരുമാനിച്ചത്. CPM-നെ ഇല്ലാതാക്കുക എന്നുള്ളത് BJP-യുടെയും അതുപോലെ തന്നെ UDF-ൻ്റെയും ഒക്കെ അജണ്ടയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലത്. 2018 ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്ന് കേന്ദ്ര BJP നേതാക്കൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം കേരളത്തെ ഇല്ലാതാക്കുക എന്നതാണ്. അതായത് ബംഗാളിലെയും ത്രിപുരയിലെയും ഇടതുപക്ഷ ഗവൺമെൻറ്റുകളില്ലാതായി ഇനി അവശേഷിക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ ഇടതുപക്ഷ മുന്നണിയാണ് ഭരിക്കുന്നത്. ആ ഇടതുപക്ഷത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇനി തുടരാൻ വേണ്ടി പോകുന്നതെന്ന് 2018